കൊമ്പന്മാരുടെ കയ്യിൽ നിന്നും ഇതുവരെയായിട്ട് പരാജയം ഏറ്റുവാങ്ങാൻ കഴിയാത്തവർ അവരുടെ തട്ടകത്തിൽ അവർക്ക് വേണ്ടിയുള്ള ശവശരീരം കുഴിച്ചു മൂടാനുള്ള കുഴി തോണ്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ നടന്നിട്ടുള്ള മോഹൻ ബഗാനെതിരെയായിട്ടുള്ള മത്സരത്തിൽ മോഹൻ ബഗാൻ കൊമ്പൻ്റെ ക്ഷതമേറ്റ് കിടപ്പിലായിരിക്കുന്നു. ഇനി കൊച്ചിയിലേക്കുള്ള മറുപടി മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അവരല്ല, ഇവിടുത്തെ മഞ്ഞ പടയാളികളാണ്, മഞ്ഞ പോരാളികളാണ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം മറ്റൊരു ചരിത്രം കൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തെളിയിച്ചിട്ടുള്ളത്. ഇവാൻ ഫെറാണ്ടോയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഇതുവരെയായിട്ട് തോൽപ്പിച്ചിട്ടില്ല. ഇവാൻ വുക്കോമനോവിച്ചിന് ഇതുവരെയായിട്ട് അവർക്കെതിരെ വിജയിക്കാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ ചരിത്രം വരെ മാറ്റി കുറിച്ചിരിക്കുകയാണ്. പലരുടെയും ശബ്ദം നിലച്ച മട്ടിലാണ് ഈ ഒരു വിജയം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം മത്സരം നടന്നത് കൊൽക്കത്തയിൽ വെച്ചാണ്. മത്സരത്തിൻ്റെ അനലൈസിങ് വീഡിയോ വിടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിടാത്തത്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ലെസ്കോവിച്ച്, മിലോസ് റിൻസിച്ച്, ദിമിത്രിയോ ദേമന്തഗോസ് ആൻഡ് നവോച്ച സിംഗ്, പ്രീതം ഗോട്ടാൽ, ക്വാമി പെപ്ര ഇവരെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് വരാം ഐമൻ ആൻഡ് അസ്ഹറിലേക്ക്. രണ്ട് ഇരട്ട സഹോദരന്മാർ, രണ്ട് മലയാളികൾ, കേരളത്തിൻ്റെ സ്വന്തം പുത്രന്മാർ, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നിറഞ്ഞാടുന്ന രണ്ട് യുവ പ്രതിഭകൾ. ഇന്ത്യൻ ഫുട്ബോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ പോകുന്ന അടുത്ത വരദാനങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. ഇനി ഇന്ത്യൻ ടീമിലെ മുതൽക്കൂട്ടാവാൻ പോകുന്ന രണ്ട് താരങ്ങൾ തന്നെയായിരിക്കും ഐമനും അസ്ഹറും എന്ന് പറയുന്ന ആ രണ്ട് താരങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സഹൽ അബ്ദുസമദ് ഒഴിഞ്ഞു പോയപ്പോൾ, അതായത് നമ്മളൊരു സ്വാപ്പ് ഡീലിലൂടെ അദ്ദേഹത്തെ വിട്ടുകൊടുത്തപ്പോൾ ഐമൻ എന്ന് പറയുന്ന 19-ാം നമ്പർ കളിക്കാരൻ്റെ പ്രകടനം കണ്ടിട്ട് പലരും പറഞ്ഞതായിരുന്നു സഹലിൻ്റെ പകരക്കാരനെന്ന്. എന്നാൽ ഇന്ന് ഐമന് പുറമെ ഒരു 32-ാം നമ്പറുകാരൻ കൂടെ മൈതാനത്തുണ്ട്. ഇരട്ട സഹോദരന്മാർ, ഒരാൾ പോയാൽ രണ്ട് പേര് വരും എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത്. പഞ്ചാബിനെതിരെയായിട്ടുള്ള മത്സരത്തിലാണ് ഇരുവരും ആദ്യമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്, അതായത് ഫസ്റ്റ് 11ലേക്ക് വരുന്നത്. സോ ഈ ഒരു മത്സരത്തിൽ തന്നെ ഐമനെയും അസ്ഹറിനെയും നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മത്സരം. മധ്യനിരയിൽ ഐമന് കാണിച്ചു കൂട്ടുന്ന ദൃശ്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. കാരണം എല്ലാ മൂലയിലും ഓടിപ്പാഞ്ഞെത്തി നല്ല മികച്ച ഡ്രിബ്ലിങ്ങോടുകൂടി ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ രാഹുലുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ വലുതായിരുന്നു. അദ്ദേഹം ഫസ്റ്റ് നിമിഷത്തിൽ തന്നെ നല്ല കിടിലൻ രീതിക്ക് ഒരു പാസ് മേഞ്ഞെടുത്തിട്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അത് മിസ്സായെങ്കിലും അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഐമനെ തന്നെയാണ്. കാരണം 3 താരങ്ങളെ ഡ്രിബിൾ ചെയ്തിട്ടാണ് ഐമൻ ആ പന്ത് രാഹുലിലേക്ക് നീട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ പല അവസരങ്ങളും മൈതാനത്ത് നെയ്തുകൊണ്ടിരിക്കുകയാണ് ഐമൻ എന്ന് പറയുന്ന താരം. ഇന്നലെ പല ജാതി സ്കില്ലുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റ്സുകളും ഐമന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ബോക്സിന്റെ വെളിയിൽ നിന്നും ഐമൻ എന്ന് പറയുന്ന താരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഡിഫൻസിനെ തല കറക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിങ്ങിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത ഡിഫൻസായി മാറിക്കഴിഞ്ഞിരുന്ന അവർ. പിന്നെ അസറിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐമൻ മൈതാനം മുറ്റത്താകെ മണ്ടി കളിച്ച് നടക്കുമ്പോൾ അസറിന്റെ ഓരോ ടാക്ലിങ്ങുകളും ഓരോ ത്രൂ ബോളും ഓരോ പാസും എല്ലാം വിലപ്പെട്ട സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അസർ 95-ാം മിനിറ്റിൽ രാഹുലിലേക്ക് നീട്ടിക്കൊടുത്തൊരു പാസ് ഉണ്ട്. 3 ഡിഫൻസിന്റെ ഇടയിലൂടെ ഒരു സംശയം ഡിഫൻസിന് പോലും കൊടുക്കാതെ വളരെ ഭംഗിയായിട്ട് ആ പന്തിനെ രാഹുൽ KPയിലേക്ക് എത്തിക്കുന്നു. KPന്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്ന രീതിയിൽ ആ ചാൻസ് അദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട്. സോ അതവിടെ കിടക്കട്ടെ, നമുക്ക് ഐമനിലേക്ക് അസ്ഹറിലേക്ക് തന്നെ വരാം. അസ്ഹറിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിലും മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ ഫോർവേഡിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന കളിയാണ് അസ്ഹറിന്റെ കാലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഐമനെ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നു അസ്ഹർ ഇത്രയാണ്ട് ഒരു മെനക്കേടില്ലാത്ത കളിയായിരിക്കും എന്നൊക്കെ. ബട്ട് സ്റ്റിൽ രണ്ടുപേരും ഒരുപോലെ കളിക്കുന്ന ദൃശ്യം. ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരങ്ങളെ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ പിടിപ്പിക്കുന്ന കളി തന്നെയാണ് അസ്ഹറിൻ്റെ അടുത്തുനിന്നും ഐമൻ്റെ അടുത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ചില സമയത്ത് ഉണ്ടായിട്ടുള്ള ഫൗളുകളൊക്കെ, ഇന്നലെ നടന്നിട്ടുള്ള മത്സരത്തിലെ ചില ഫൗളുകൾ വിലപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് അസ്ഹറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ. ഈ ഒരൊറ്റൊരു മത്സരത്തിലൂടെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുള്ള ഏകദേശം മത്സരങ്ങൾ, ആ മത്സരങ്ങളിൽ ഈ 2 മലയാളി താരങ്ങൾ, ഈ ഇരട്ട സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾ എങ്ങനെ വന്നാലും സ്കോർ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഐമനെ സംബന്ധിച്ചിടത്തോളം 2-3-4 ഷോട്ടുകൾ ഇതിനോടകം തന്നെ ഐമൻ ടാർഗറ്റിലേക്ക് ഷോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 12 മത്സരത്തിനുള്ളിൽ 13 മത്സരത്തിനുള്ളിൽ. മറുഭാഗത്തേക്ക് അസ്ഹറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഏകദേശം ഒരു കിഡിലൻ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 കളിയായിട്ടുള്ള അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തിയിട്ട്. ബട്ട് സ്റ്റിൽ ഈസ് ഗുഡ്, അത്ര തന്നെ പറയാം. ഇനി സത്യം പറഞ്ഞാൽ അടുത്ത മത്സരത്തിലൊക്കെ ഇവർ രണ്ടുപേരുടെ ഒരു പ്രകടനം വേറെ ലെവൽ തന്നെയായിരിക്കും. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സംഭവമാണ്. ഐമനെയും അസ്ഹറിനെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ും
എങ്ങനെ കെട്ടാണ് ഈ മഞ്ഞക്കൊടി മഞ്ഞക്കൊടി മഞ്ഞക്കൊടി